ഞാനിപ്പം കോട്ടപ്പുറം കോട്ടയുടെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. കോട്ടപ്പുറം കോട്ടയുടെ ഏറ്റവും പഴയ കാലഘട്ടത്തിലുള്ള ശിലകളും അതുപോലെ കുറെ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അത് കാണാനായിട്ടാട്ടോ ഞാനിപ്പോൾ പോകുന്നത്. കോട്ടപ്പുറം കോട്ടയുടെ പ്രവേശന കവാടത്തിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. 10 രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറി ഈ ഭാഗങ്ങളെല്ലാം കാണാവുന്നതാണ്. ശത്രുക്കളുടെ ആക്രമണ ഫലമായി 90% തകർക്കപ്പെട്ട ഒരു കോട്ടയാണിത്. നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാക്കിയിട്ടുള്ളത് ആർക്കിയോളജി വിഭാഗത്തിൻ്റെ അതുപോലെ ഗവേഷകരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. കടൽ മാർഗമുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും അതുപോലെ കപ്പൽ ഗതാഗതത്തിൽ ചുങ്കം പിരിക്കുന്നതിനുമായിട്ടായിരുന്നു ഈ ഒരു കോട്ട ഇവിടെ സ്ഥാപിച്ചത്. ഈ കാണുന്ന ഭാഗത്താണ് കോട്ടയുടെ പ്രവേശന കവാടമായി കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശത്തായി തന്നെ 1909 തിരുവിതാംകൂർ സർക്കാർ സ്ഥാപിച്ച കോട്ട സംരക്ഷണ സ്തൂപമാണ് ഈ കാണുന്നത്. പൂർണ്ണമായും ചെങ്കലുകൊണ്ടും സൂര്യ മിശ്രിതം കൊണ്ടും നിർമ്മിച്ച ഈ കോട്ടയുടെ ഉൾവശത്ത് ബൃഹത്തായ ഒരു കൊത്തളവും അതുപോലെ വെടിക്കോപ്പ് ശാലകളും അതിനോട് കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു തുരങ്കവും ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൊച്ചിയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുള്ള 3 കോട്ടകളിൽ രണ്ടാമത്തെ കോട്ടയാണിത്. ആദ്യത്തെ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്, രണ്ടാമത്തത് കോട്ടപ്പുറം കോട്ടയും മൂന്നാമത്തത് എമ്മാനുവൽ കോട്ടയുമാണ്. അത് എമ്മാനുവൽ കോട്ട നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. 1523 ഈ കോട്ട നിർമ്മിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഈ കോട്ടയ്ക്ക് മറ്റു പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ തോമസ് ലീഗായുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് സെൻറ്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നുണ്ട്, ക്രാങ്കന്നൂർ കോട്ട എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ ടിപ്പുവിൻ്റെ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്, കൂടാതെ കൊടുങ്ങല്ലൂർ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഖനനം നടത്തുന്ന സമയത്ത് ലഭിച്ച ഒരു അസ്ഥി കൂടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നിലവിൽ ഈ കോട്ട സംരക്ഷിക്കുന്നത് മുസിരീസ് ഹെറിറ്റേജ് പദ്ധതിയുടെ കീഴിലാണ്. മുസിരീസ് എന്നത് പഴയ കൊടുങ്ങല്ലൂരിൻ്റെ പേരാണ്. അന്നത്തെ തുറമുഖത്തിനുള്ള പേരും മുസിരീസ് എന്നായിരുന്നു. അതാണ് മുസിരീസ് ഹെറിറ്റേജ് പദ്ധതി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഈ കോട്ടയുടെ ഉൾഭാഗത്തായിട്ടുണ്ടായിരുന്ന കൊട്ടാര സദൃശ്യമായ ഒരു കെട്ടിടത്തിൻ്റെ ഉൾഭാഗമാണിത്. അതായത് മണ്ണിനടിയിലേക്കുള്ള ഭാഗമാണ്. ബാക്കി മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും നാശോന്മുഖമായി. അവിടെ നിന്നും മുകളിലേക്ക്, അതായത് ചിലപ്പോൾ അത് സ്റ്റെപ്പുകളായിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 1-2 നിലയുള്ള ഭാഗങ്ങളായിരിക്കാം. എങ്ങനെയാണെന്ന് കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഈ കാണുന്ന ഭാഗം വെടിക്കോപ്പുകളും എല്ലാം സൂക്ഷിക്കുന്ന ഒരു ഭൂഗർഭ അറയായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലത്തെ ഒരു ഭാഗത്ത് തന്നെ ഞാൻ പള്ളിപ്പുറം കോട്ടയിൽ കയറിയപ്പോൾ ഇതുപോലൊരു ഭാഗമുണ്ടായിരുന്നു. ഇത് പണിത് തയ്യാറാക്കിയിരിക്കുന്ന രീതികളൊക്കെ നോക്കി എല്ലാം ചെങ്കലാണ്. ചെങ്കലിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഇപ്പോൾ വാർത്തെടുക്കുന്ന അതേ രീതിയിലാണ് അവരിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഭയങ്കര വലിയൊരു കുഴിയായിട്ടുള്ള ഭാഗമാണ്. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചരിത്രപരമായ വിവരങ്ങൾക്കനുസരിച്ച് ഇവിടെ നിന്ന് കൃഷ്ണൻകോട്ട എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് ഈ കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ളൊരു കോട്ടയാണ്. അങ്ങോട്ടേക്ക് ഒരു തുരങ്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ അതൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം ഇടിഞ്ഞാടി പോയതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഒരാളുടെ അസ്ഥികൂടം കിട്ടിയിരുന്നതെന്ന്. ഇതാരുടെയാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളുടെ ആയിരുന്നു എന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് വ്യക്തത വന്നിട്ടുള്ളൂ. ഒത്തിരിയേറെ പഠനങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇന്ന ആളുടെ ആണെന്ന് വ്യക്തമായിട്ടില്ല. കോട്ടപ്പുറം കോട്ടയെ പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നത് ഫോർട്ടലേസ ഡാ സാവോട്ടോം എന്നാണ്. 1565 പോർച്ചുഗീസുകാർ തന്നെ ഈ കോട്ട അല്പം കൂടി വലുതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല വലുതാക്കിയതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് 1663 ഡച്ചുകാർ ഇത് ആക്രമിച്ച് കൈവശപ്പെടുത്തി. തുടർന്ന് അവർ ഈ കോട്ട പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്തത്. കോട്ടയുടെ പൂർണ്ണമായ നാശത്തിന് കാരണമായത് അന്നത്തെ പാലിയത്തച്ഛൻ്റെ ഒരു ചതിയിലൂടെ ആയിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഡച്ചുകാരുമായി ചേർന്ന് എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആക്രമിച്ചാണ് ഇത് നശിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇനിയും പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളുള്ള ഒരു കോട്ടയാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നോടം വരെ ബൈ ബൈ.